ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മക്കളുടെ ദുസ്വഭാവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിലുണ്ടായ വ്യതിയാനങ്ങൾ, വ്യത്യാസങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലായിരിക്കില്ല അവരുടെ പെരുമാറ്റങ്ങൾ. അല്ലെങ്കിൽ രോഗം വന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയൊരു പ്രതിസന്ധി വന്നു. നമുക്ക് മുന്നോട്ട് പോകുവാനും ഒരു കാല് മുന്നോട്ട് വയ്ക്കാനും കഴിയാതെ നിൽക്കുന്ന ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മൾ പ്രാർത്ഥിച്ച് നാം തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് അസ്വസ്ഥതകൾ നേരിട്ട മനുഷ്യരെ നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം നമുക്ക് മുൻപേ കാണിച്ചു തരുന്നുണ്ട്. ഒരു ഉദാഹരണം, ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്തേക്ക് പോകുമ്പോൾ അവർക്കൊരു തടസ്സമായി നിന്നത് ജെറിക്കോ കോട്ടയാണ്. ജെറിക്കോ കോട്ട ഉയർന്നു നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മുട്ടുസൂചി കൊണ്ടുപോലും ഉപദ്രവിക്കാതെ ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ആ വലിയ കോട്ട ഇടിഞ്ഞ് അവരുടെ മുൻപിൽ താഴത്തേക്ക് വീഴുന്നത് കണ്ടു നിന്നൊരു ജനമാണ് ഇസ്രായേൽ ജനം. ജീവിതത്തിൽ നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന പ്രതിബന്ധങ്ങളുടെ, രോഗത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചില വ്യക്തികളുടെ ചില ദുസ്വഭാവങ്ങൾ, അല്ലെങ്കിൽ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, നമ്മളെ നശിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മളെ തകർക്കുന്ന പ്രതിബന്ധങ്ങൾ, വലിയ നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന വലിയ കോട്ടകളായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും പ്രിയമുള്ളവരെ? നമ്മൾ നഷ്ടധൈര്യരാകരുതെന്ന് വചനം പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളെ നോക്കി നമ്മൾ തളരാതെ, ഈ പ്രശ്നങ്ങളും ഈ പ്രതിബന്ധങ്ങളും ഈ കോട്ടകളും നമ്മുടെ മുമ്പിൽ നിന്ന് മാറുകയില്ല. പിന്നെ മാറാനായി ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളാണ് മാറുന്നത്. നിങ്ങൾ തിരുവചനത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാകും, പ്രതിബന്ധങ്ങൾ മാറിയിട്ടില്ല. ദാവീദിന്റെ മുൻപിൽ ഒരു ഗോലിയാത്ത് ഉയർന്നു നിന്നിട്ടുണ്ട്, അത് മാറിയിട്ടില്ല. ജെറിക്കോ കോട്ട മാറിയിട്ടില്ല. മാറിയത് ജനമാണ്. അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നു. അവർ ആ കോട്ടയ്ക്ക് ചുറ്റും 6 ദിവസം ഒരു പ്രാവശ്യം നടക്കുകയും 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം നടക്കുകയും അവർ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയും അവർ ദൈവത്തെ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ആ പ്രതിബന്ധം അവരുടെ മുന്നിൽ ഇല്ലാതായി എന്നുള്ളതാണ്. അപ്പം മാറ്റം സംഭവിച്ചത് പ്രതിബന്ധം ആർക്കാണോ ഉണ്ടായത് അവർക്കാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിബന്ധം വരുമ്പോൾ, ഒരു തടസ്സം വരുമ്പോൾ, അതിന് മുകളിൽ അതിനേക്കാളും വലുതായി നമ്മെ ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ബോധ്യം നമുക്ക് കിട്ടിയാലാണ് നമ്മൾ ആ നിമിഷം ദൈവശക്തി നമ്മളിലേക്ക് കടന്നു വരികയുള്ളൂ. നാം ദൈവത്തിൻ്റെ ശക്തിയാൽ ആ പ്രതിബന്ധത്തെ തകർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ പ്രതിബന്ധം മാറുകയില്ല. നമ്മളിൽ ദൈവം ഒരു മാറ്റം സംഭവിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ തകർക്കുവാനുള്ള ശക്തി നമുക്ക് നൽകുന്ന ദൈവമാണ്. നാം പ്രതിബന്ധങ്ങളിലേക്കല്ല നോക്കേണ്ടത്, തടസ്സങ്ങളിലേക്കല്ല നാം ശ്രദ്ധിക്കേണ്ടത്. അവയെക്കാളും ശക്തവാനായ, കരുത്തുള്ള, സർവശക്തനായ, സർവജ്ഞാനിയായ, പരിശുദ്ധനായ ദൈവത്തിലാണ്. അതുകൊണ്ട് ദൈവ പൈതലേ, നീ നിൻ്റെ മിഴികൾ ഈശോയുടെ മിഴികളിലേക്ക് നോക്ക്. നീ കരുത്തുള്ളവനായി മാറും. അതെ, നമുക്കതിനെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ തല താഴ്ത്തി നിരാശപ്പെട്ടു പോകാതെ, കർത്താവെ, ഞങ്ങളുടെ മുൻപിൽ വിജയയോദ്ധാവായി കർത്താവുണ്ട് എന്ന് തിരിച്ചറിയാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ശാന്തമായിരുന്നാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. കർത്താവ്, ഈ വചനം പറയുന്ന അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകത്തിനായി ഞങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ധൈര്യപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട്, കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ.
യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിർവരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിർവരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിർവരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.